ദൃശ്യം 3 ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും പുതിയ ചിത്രമാണ് ദൃശ്യം 3. ലാലേട്ടൻ നായകനും മീന നായികയുമായിട്ടെത്തുന്ന ചിത്രമാണ്. അപ്പോ ദൃശ്യം 3യുടെ ട്രെയിലർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ലോകമെമ്പാടും മെയ് 21-ന് ലാലേട്ടന്റെ ജന്മദിനത്തിൽ ഈ ചിത്രം റിലീസ് ചെയ്യുകയാണ്. എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന ലോകമെമ്പാടുമുള്ള ആരാധകര്, ദൃശ്യത്തിനെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നവര് എന്തായിരിക്കും ദൃശ്യം 3യിൽ ഉണ്ടാകുക എന്ന് അറിയാൻ വേണ്ടി, റെക്കോർഡുകൾ തകർക്കാനും വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോ ദൃശ്യം 3യുടെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് ദൃശ്യം 1ഉം 2ഉം നമുക്ക് ഒന്ന് സംസാരിച്ചു പോവാം. ദൃശ്യം 1 എന്ന് പറയുമ്പോൾ അവിചാരിതമായി സ്വന്തം കുടുംബത്തിൽ വരുന്ന ഒരു വിഷജന്തുവിനെ കൊല്ലുകയും കൊല്ലേണ്ടി വരികയും അത് ലോകത്തോ അല്ലെങ്കിൽ പോലീസിലോ ഒന്നും അറിയിക്കാതെയും സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കും. കാരണം വെച്ചാൽ തെറ്റ് അറിയാതെ, കാരണം ഒരു ജീവിതത്തിന് സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി അറിയാതെ ചെയ്തു പോയൊരു തെറ്റില് ആ തെറ്റിനെ മൂടി വെക്കുകയും അതിൽ നിന്ന് ഫാമിലി ഒരുമിച്ച് നിന്ന് ആ തെറ്റ് ശിക്ഷ അനുഭവിക്കാതെ രക്ഷപ്പെടുന്ന ശ്രമിക്കുന്നതാണ് ദൃശ്യം 1. ദൃശ്യം 2ലോട്ട് വരുമ്പോൾ എന്താണ് നമുക്കറിയാം, നമ്മളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റില് നമ്മൾ ശിക്ഷ അനുഭവിച്ചില്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ, കാരണം ഒരു തെറ്റിൽ നിന്ന് പല തെറ്റുകൾ, അല്ലെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ നമ്മൾ അതിന്റെ പിറകെ ആയിരിക്കും, നമുക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. അപ്പോ ദൃശ്യം 2ലോട്ട് വരുമ്പോ പോലീസിനെ, അല്ലെങ്കിൽ താൻ ചെയ്ത തെറ്റ് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ തന്നെ അന്വേഷിച്ച് പോലീസ് വരും, പെടുത്താൻ നോക്കും എന്നുള്ള ഇതിൽ തന്നെ പോലീസിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ജോർജ് കുട്ടി അത് എങ്ങനെ തടയിടാം, അതിനെ എങ്ങനെ തടയിടുന്നു, അത് എങ്ങനെയാണ് ജോർജ് കുട്ടി ഫാമിലിനെ രക്ഷിക്കുന്നത് എന്നുള്ളതാണ് ദൃശ്യം 2ലോട്ട് വരുമ്പോൾ. ദൃശ്യം 3ലോട്ട് വരുമ്പോൾ ജോർജ് കുട്ടിക്ക് ഫസ്റ്റ് സെക്കൻഡിലാണെങ്കിലും ആര് വരും, എങ്ങനെ വരും എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാം. എന്നാൽ 3ലോട്ട് വരുമ്പോൾ ആരാണ് വരുന്നതോ, എങ്ങനെയാണെന്ന് വരുന്നതോ, ഫാമിലിനെ എങ്ങനെ അത് ബാധിക്കുന്നു ഒന്നും ജോർജ് കുട്ടിക്ക് അറിയാൻ പാടില്ല. പിന്നെ പ്രായമായിട്ടുണ്ട്, അതിന്റെ പ്രശ്നങ്ങളുണ്ട്, പിന്നെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, പിന്നെ ഒരു പശ്ചാത്താപത്തിന്റെ ഒരു രീതിയിലോട്ടും ഒക്കെ പോവുകയാണ്, ഇനി മടുത്തു എന്നുള്ള രീതിയിൽ. അപ്പോ ആദ്യത്തെ ആണെങ്കിലും രണ്ടാമത്തെ ആണെങ്കിലും ജോർജ് കുട്ടി നമ്മളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റിനെ നമ്മൾ മൂടി വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് ഫാമിലിനെ അറിയിച്ചുകൊണ്ടാണ്. ഒരു തെറ്റിനെ മറയ്ക്കാൻ നമ്മൾ 100,000 തെറ്റുകൾ ആവർത്തിക്കേണ്ടി വരും. ഈ തെറ്റുകളൊന്നും ഫാമിലിനെ ചിലപ്പം ജോർജ് കുട്ടി അറിയിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ ഫാമിലിയിൽ നിന്ന് തന്നെ പ്രശ്നം വരുമേ, എന്റെ അച്ഛനും ഇത്രയും വലിയ ക്രൂരനാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്ന ഒരാളാണോ എന്നൊരു ചോദ്യം വരും. അച്ഛൻ എന്തിനാ അത് ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഫാമിലിയിൽ നിന്നും, മക്കളിൽ നിന്നും, ഭാര്യയിൽ നിന്നൊക്കെ വരുമ്പോൾ ജോർജ് കുട്ടി തകർന്നു പോകും. മാത്രമല്ല തന്റെ പുറകെ പോലീസോ അല്ലെങ്കിൽ മീഡിയ മറ്റുള്ളവരൊക്കെ തന്റെ പുറകെ പെടുത്താനും നടക്കുന്നു, അല്ലെങ്കിൽ പലതരം കേസുകളിലും തന്നെ പെടുത്താൻ നടക്കുന്നതും ഒക്കെയാണ് ഈ ചിത്രം സംസാരിക്കുന്നത്. അതിൽ നിന്നെല്ലാം ഫാമിലിനെയും സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങളും എല്ലാം തീർത്ത് ജോർജ് കുട്ടി ഫാമിലിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമിക്കുന്നതാണ് ഈ ചിത്രം.